Lakshmi and I am Gauri. എല്ലാവർക്കും ഹെയ്സ് ക്രാഫ്റ്റ് എനിക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ട് ചാലഞ്ച് ആണ്, ഡ്രോയിങ് ചാലഞ്ച്. യെസ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 2 ലോട്ട് ഉണ്ട്. അതായത് നമുക്ക് 3 റൗണ്ട് ഉണ്ടാവുക. അതിൽ രണ്ട് ഫസ്റ്റ് റൗണ്ടിന്റെ 2 ലോട്ടാണ്. പിന്നെ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉണ്ട് ഇവിടെ. സ്റ്റോപ്പ് വാച്ച് 4 മിനിറ്റ്സ് ആണ് ടൈം. പിന്നെ ഇതാ ഞങ്ങൾക്ക് ഞാൻ സ്കെച്ചിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലൈറ്റ് പെൻസിൽ, പിന്നെ ഇതാ സ്കെച്ചുകളുണ്ട്, പിന്നെ ഇറേസർ ഷാർപ്പനർ ഉണ്ട്, പിന്നെ ഷെയ്ഡിംഗ് പെൻസിൽസ് ഉണ്ട്, കളർ പെൻസിൽസ്, നോർമൽ ഇറേസർ, കളർ പെൻസിൽസ്, ഒരു ഗ്ലിറ്റർ പെൻ ഉണ്ട്, ബാക്കിയുള്ള ക്രയോൺസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ലോട്ട് ഇടാൻ പോവാണ്. ഞാൻ ഈ ലോട്ടാണ് ഇട്ടിടുന്നത്. എനിക്ക് ഐസ്ക്രീം ആണ് ടോപ്പിക് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് മഷ്റൂം ഹൗസ് ആണ് ടോപ്പിക് ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഗൈസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്നെ മൊത്തം കളായി. ഗൈസ് ഞാൻ വരച്ച മഷ്റൂം 4 മിനിറ്റ് എനിക്ക് തികയുന്നില്ല. ഗൈസ് ഒരു കുറച്ച് ഹെവി ആയിട്ടോ. 4 മിനിറ്റ് തികയുന്നില്ല ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാം. ഗൈസ് അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ ലോട്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പൈനാപ്പിൾ ആണ്. എനിക്ക് കിട്ടിയത് ക്യൂട്ട് കോഫി കപ്പാണ്. അപ്പോൾ 2-4 മിനിറ്റ്സിനുള്ള നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഗൈസ് അപ്പം എന്നെ കഴിയാനായിട്ടോ. ഇനി നമുക്ക് 1 minute 31 seconds ഉണ്ട് കേട്ടോ. ഗൈസ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വർക്ക്. എൻ്റെ ഇപ്പം കഴിയേ. പെട്ടെന്ന് 8 7 6 5 4 3 2 1. ഗൈസ് അപ്പം ഞങ്ങളുടെ പെട്ടെന്ന് തന്നെ ഈ പ്രാവശ്യം കഴിഞ്ഞു. എൻ്റെ ഡ്രോയിങ് ഇതാണ്. ഇതിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ സ്പീഡ് ടെക്നിക്കിലാണ് കേട്ടോ ചെയ്തത്. ഗൈസ് ഇതാണ് ഞാൻ വരച്ചത്. ഞാൻ കുഞ്ഞിതായിട്ടാണ് വരച്ചത്. എന്നെ വേഗം കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് പോവാണ്. നമുക്ക് ഇപ്പം തന്നെ ലോട്ട് ഇടാം. ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള യൂണിക്കോൺ ആണ്. കുറച്ച് ടഫാണ്. എന്തായാലും ഞാൻ 4 മിനിറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് എനിക്ക് കിട്ടിയത് ഫ്ലമിംഗോ ആണ്. എനിക്കങ്ങനെ വരയ്ക്കാൻ അധികം അറിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. 1 സ്റ്റാർട്ട്. ഫ്ലമിംഗോ ഗൈസ് എനിക്കങ്ങനെ അറിയില്ല. Guys, I'm trying my best. Me too, guys. അപ്പോൾ ഗൈസ് എന്നെ കഴിയാനായി. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ എന്താ പറയുക ഗ്രൗണ്ട് കൊടുക്കണം കേട്ടോ. അത് നിൽക്കണ ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന്
ഞാനൊരു കുഞ്ഞി ഭാഗമാണ് ഗൈസ് വരയ്ക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് എന്താന്ന് പോലും അറിയുന്നില്ല ഗൈസ്. പെൻസിലൊക്കെ അങ്ങോട്ട് വിടുന്നു. അപ്പൊ ഗൈസ് എന്റെ കഴിഞ്ഞു കേട്ടോ. I tried my best guys. ഗൈസ് ഇതാണ് ഞാൻ വരച്ച ഒരു ഫ്ലമിംഗോ. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ആരാണ് വിന്നർ എന്നൊക്കെ. മാത്രല്ല ഇന്ന് ഞങ്ങളുടെ അമ്മയാണ് ഇതിന്റെ വിന്നറിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളാണ് അതായത് അമ്മ അല്ലാതെ ഡിസൈഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് നോക്കാം. അമ്മയും ചെയ്യും നിങ്ങളും ചെയ്യും. ഓക്കെ അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങളുടെ അമ്മയാണ് ഇപ്പൊ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് ജയിച്ചതെന്ന് പറയും. ആരാണ് ജയിച്ചത്? ലക്ഷ്മി. താങ്ക് യു. ഞാനാണ് ഗൈസ് വിന്നർ ഫസ്റ്റ് റൗണ്ട്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കിട്ടി. ഞാൻ 0 പോയിന്റ് 0 സമയം കിട്ടും. ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കാം. സെക്കൻഡ് റൗണ്ട് ഞാനൊരു കോഫി കപ്പാണ് വരച്ചത്. ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ളതാണ്. ഞാനൊരു വലിയ എന്നാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഈ റൗണ്ടിലെ വിന്നർ ആരാണ്? ഈ റൗണ്ടിലും ലക്ഷ്മിയുടെയാണ് ഒന്നുകൂടി നന്നായിട്ടുള്ളത്. ഗൈസ് ഈ ചാലഞ്ച് എനിക്ക് വേണ്ടിയിട്ടില്ല തോന്നുന്നു. എനിക്ക് ഗൈസ് അപ്പോൾ 2 points ആയി. ഗൗരിക്ക് 0. തേർഡ് റൗണ്ട് നമുക്ക് നോക്കാം. ഫ്ലമിംഗോ ഉണ്ട്, ഒരു യൂണിക്കോണും ഉണ്ട്. സിമ്പിളായി വരച്ചെങ്കിലും ഗൗരിയുടെ നന്നായിട്ടുണ്ട്. ഫ്ലമിംഗോ ശരിക്കൊരു ഫ്ലമിംഗോ ആയിട്ടുണ്ടോ സംശയമാണ്. അതുകൊണ്ട് ഗൗരിയെ നമുക്ക് വിന്നറാക്കാം. അപ്പോൾ ഈ ചാലഞ്ചിന്റെ വിന്നർ എന്റെ സ്വന്തം ചേച്ചിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ചിന്റെ വിന്നർ ആയിട്ടുള്ള എന്റെ ചേച്ചി എടുത്ത് കൺഗ്രാറ്റുലേഷൻസ് പറയാം. താങ്ക് യു. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.